ആ പഴയ, അതായത് ഈ മുന്നറിയിപ്പുകൾ എത്ര നാളുകൾക്ക് മുൻപ് തന്നെ കൊടുത്തു തുടങ്ങി എന്നാണെന്ന് കൂടി ഓർക്കണം. 2022 ഓഗസ്റ്റ് 18 മാതൃഭൂമി ന്യൂസ് ഇതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയിട്ടുള്ളതാണ്. ആ ദിവസം നമ്മൾ സംരക്ഷണം ചെയ്ത ആ വാർത്ത ആദ്യം ഒന്ന് കാണാം, എന്നിട്ട് വീണ്ടും ജിബിലേക്ക് വരാം. കിഴക്കേക്കോട്ടയിൽ റോഡ് മുറിച്ച് കടക്കുക പലർക്കും ശ്രമകരമാണ്. ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകട സാധ്യത വളരെ കൂടുതലാണ്. ബസ്സുകൾ പാർക്ക് ചെയ്യാൻ ഇവിടെ പ്രത്യേകിച്ച് സ്ഥലമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. കിഴക്കേക്കോട്ടയിലെ സെൻട്രൽ ഡിപ്പോയിൽ നിന്ന് ബസ്സുകൾ വരുന്ന വഴിയാണിത്. ഇവിടെ ബസ് സ്റ്റോപ്പുമില്ല, ബസ് സ്റ്റാൻഡുമില്ല. എന്നാൽ ബസ്സുകൾ ഇതുപോലെ ഇവിടെ പാർക്ക് ചെയ്താൽ ഒരു വശത്ത് ഗതാഗത കുരുക്കുണ്ടാകും, മറുവശത്ത് വ്യാപാരികളെയും ബുദ്ധിമുട്ടിലാക്കും. ചാലക്കമ്പോളത്തിൽ നിന്ന് കിഴക്കേക്കോട്ടയിലേക്ക് വന്നിറങ്ങുന്ന ഈ വഴി ഒൺവയാണ്. അറിഞ്ഞും അറിയാതെയും പലരും ഇത് തെറ്റിക്കുന്നുണ്ട്. ഇതുപോലെ ഇപ്പോൾ പെട്രോൾ പമ്പ് അകത്ത് വന്നു. അതിൻ്റെ പേരിൽ അവിടെ പാർക്ക് ചെയ്തിരുന്ന ബസ്സുകൾ മുഴുവൻ റോട്ടിലാണ്. ചെയിൻ സർവീസ് എന്ന് പറഞ്ഞ പോലെ ഒരു ബസ് പോയി കഴിഞ്ഞാൽ അടുത്ത ബസ് വീണ്ടും ഇവിടെ സ്ഥിരമായിട്ട് ഇടുകയാണ്. എന്നും KSRTCയിലെ ജീവനക്കാരും പ്രൈവറ്റ് ബസ്സുകാരുമായിട്ട് വഴക്കും ബഹളമാണ്. അതും ഞങ്ങൾ സഹിക്കുകയാണ്. നടക്കുന്നവർ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ അവൻ തലയിൽ കൂടെ വണ്ടി കയറിപ്പോകും. സാധാരണ റോഡിൽ നിന്ന് മാറിയാണ് ബസ് സ്റ്റാൻഡുകൾ. പക്ഷേ കിഴക്കേക്കോട്ടയിലെ സ്ഥിതി എത്രയോ വർഷങ്ങൾ കൊണ്ട് മറിച്ചാണ്. വാഹനങ്ങളുടെ തിക്കിലും തിരക്കിലും പെട്ടുള്ള അപകടങ്ങളാണ് കിഴക്കേക്കോട്ടയിലെ ഏറ്റവും വലിയ പ്രശ്നം. ഫ്രൻസിസിക്കൊപ്പം TS ഹരീഷ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഇത് കുറച്ച് നാളുകൾക്ക് മുമ്പുള്ള കാഴ്ചയാണ്. പക്ഷേ അതിനുശേഷവും എത്രയോ അപകടങ്ങൾ ഉണ്ടായി. ഇപ്പം ഇന്നലെ ഉണ്ടായ അപകടമൊക്കെ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഒരു കുടുംബത്തിൻ്റെ അത്താണി ഇല്ലാതാവുന്നു, അതും ഭീകരമായ അവസ്ഥയിൽ ഒരാൾ മരണത്തിലേക്ക് പോകുമ്പോൾ കണ്ടു നിന്നവർക്ക് പോലും അവിടെ പിന്നെ നിൽക്കാൻ പറ്റാത്ത മാനസികാവസ്ഥ വരും.